ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഡൈനാമിക് വാല്യൂസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള സെക്ഷൻ ആണ്. എന്താണ് ഡൈനാമിക് വാല്യൂസ് എന്ന് പറയുന്നത്? നമ്മൾ സ്റ്റാറ്റിക് വാല്യൂസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഹാർഡ് കോഡഡ് വാല്യൂസോ അല്ലെങ്കിൽ ഹാർഡ് കോഡഡ് കണ്ടന്റിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ എഡിറ്റ് src app.js ആൻഡ് സേവ് ടു റീലോഡ് ഫോർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാറ്റിക് വാല്യൂസ് ആണ്. അതുപോലെ ലേൺ റിയാക്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വാല്യൂസ്. പക്ഷെ നമ്മൾ ഡൈനാമിക് വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാല്യൂ, അതായത് നമുക്ക് ഹാർഡ് കോഡഡ് അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വാല്യൂസ് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അത് നമ്മൾ ഡൈനാമിക് ആയിട്ട് റെൻഡർ ചെയ്ത് കാണിക്കണം. സോ ഇവിടെ ഞാൻ റിയാക്ട് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈക്വൽ ടു വെൽക്കം ടു എന്ന് പറയുന്നത് ഇവിടെ ഒരു അറേ ആണ്. അറേക്കകത്ത് സ്ട്രിങ്സ് ആണ് മൊത്തം. ഓക്കെ, സോ ഇത് ആക്ച്വലി എനിക്ക് ഇവിടെ എന്റെ ഹെഡറിനകത്ത് ഇവിടെ കാണിക്കണം. ഓക്കെ, ഹെഡറിനകത്ത് കാണിക്കുമ്പോൾ എനിക്ക് ഡൈനാമിക് ആയിട്ട് കാണിക്കണം. അല്ലാതെ എനിക്കിവിടെ ഡയറക്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം, പക്ഷെ അത് സ്റ്റാറ്റിക് വാല്യൂസ് ആയിട്ട് മാറും. സോ നമുക്ക് ഡൈനാമിക് വാല്യൂസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. സോ ഡൈനാമിക് വാല്യൂസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ h1 എന്ന് പറയുന്ന ഒരു ഹെഡർ ടാഗ്, h1-നകത്ത് നമ്മൾ ഡൈനാമിക് വാല്യൂസ് എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ രണ്ട് കേർലി ബ്രേസസ്, ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രേസസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നമ്മുടെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ വേരിയബിൾ നെയിം നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യണം. ഇപ്പൊ ഇവിടെ ഞാനിവിടെ റിയാക്ട് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കും. സോ ഇവിടെ റിയാക്ട് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു അറേ സ്ട്രിങ് ആണ്. അപ്പൊ എനിക്കിവിടെ ആദ്യം ഒരു വാല്യൂ കാണിക്കണം. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഈ ഒരു വാല്യൂ വെൽക്കം ടു എം കോഡിംഗ് വൈറ്റി എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു വാല്യൂ കാണിക്കണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? അറേ സ്ട്രിങ് ആയതുകൊണ്ട് നമ്മളിവിടെ ഇൻഡെക്സ് വെച്ചിട്ട് എടുക്കും. ഓക്കെ, ഓഫ് 0 എന്ന് പറയുന്നത് ഇവിടെ 0th ഇൻഡെക്സ്. അപ്പൊ ഇവിടെ നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മളിവിടെ npm സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. വെൽക്കം ടു എം കോഡിംഗ് വൈറ്റി. അപ്പൊ ഇത് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ അറേ സ്ട്രിങ് എന്ന് എടുത്തതാണ്. സോ ഇതിനാണ് നമ്മൾ ഡൈനാമിക് വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡയറക്റ്റ് ഇവിടെ ഈ ഒരു സ്ട്രിങ് എടുത്ത് കോപ്പി ചെയ്ത് ഇടുന്നതിന് പകരം നമ്മളിവിടെ അറേ സ്ട്രിങ് നമ്മൾ ഡൈനാമിക് വാല്യൂ ആയിട്ട് നമ്മൾ റിപ്രസെന്റ് ചെയ്തു. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ കൂടുതൽ ഡൈനാമിക് വാല്യൂസ് ആയിരിക്കും നമ്മൾ പ്രോജക്റ്റിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ പോകും. ഓക്കെ, നമ്മൾ ഇവിടെ ഇത് മാറ്റിയിട്ട് എനിക്കിപ്പോ റാൻഡം ആയിട്ട് വാല്യൂസ് കാണിക്കണം. അതായത് ഞാൻ ഓരോ തവണ റിഫ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് സ്ട്രിങ് കാണിക്കണം, സെക്കൻഡ് സ്ട്രിങ് കാണിക്കണം, തേർഡ് സ്ട്രിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാൻഡം ഉള്ള ഒരു സ്ട്രിങ്ങിനെ കാണിക്കണം എപ്പോഴും ഞാൻ ബ്രൗസർ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഫംഗ്ഷൻ ജെൻ റാൻഡം ഇൻഡ് എന്ന് പറയുന്നത് മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കുന്നത് നമ്മളിവിടെ മാറ്റ് ഡോട്ട് ഫ്ലോർ മാറ്റ് ഡോട്ട് റാൻഡം ഇൻറ്റു മാക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ 0 മാറ്റിയിട്ട് ജെൻ റാൻഡം ഇൻറ്റ് ജെൻ റാൻഡം ഇൻറ്റ് എന്ന് പറയുന്നത് മാക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 എന്ന് പറഞ്ഞായിരിക്കും ഞാൻ കൊടുക്കുന്നത്. കാരണം ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതായത് നമ്മുടെ അറേ ഇൻഡെക്സ് ആണ് എടുക്കുന്നത് 0, 1, 2. സോ ഇവിടെ ഞാൻ ഇവിടെ 2 ആണ് ഇവിടെ മാക്സിമം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ആ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ വാല്യൂ 0 അല്ലെങ്കിൽ 1 വരാം, 2 വരാം. ഈ 3 വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. ഇവിടെ ഞാനിവിടെ റീഫ്രഷ് ചെയ്യണമെങ്കിൽ മലയാളം ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് വന്ന് വെൽക്കം ടു എം കോഡിംഗ് വൈറ്റി എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോൾ റിയാക്ട് ട്യൂട്ടോറിയൽ വെൽക്കം ടു എം കോഡിംഗ് വൈറ്റി. സോ ഇങ്ങനെ നമ്മൾ ബ്രൗസർ റീഫ്രഷ് ചെയ്യുമ്പോൾ ഈ ഹെഡറിന്റെ വാല്യൂസ് മാറും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് വാല്യൂസ് റിപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ
ഡൈനാമിക് കണ്ടന്റ്സ് ആയിരിക്കും നമ്മളിവിടെ ഡൈനാമിക് വാല്യൂസ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രോജക്റ്റിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്.